എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഫോട്ടോ റീക്രിയേഷൻ വീഡിയോയായിട്ടാണ്. അപ്പം നമ്മളിന്ന് റീക്രിയേറ്റ് ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇതെടുത്ത് അലിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ വെച്ച് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാനാണ്. അപ്പം നമുക്ക് ആദ്യമേ ഈ ഫോട്ടോ നോക്കി കുറച്ച് ഐഡിയാസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ അറിയാവുന്നത് ആ കയ്യിലൊരു ഫോണുണ്ട്, പിന്നെ എൻ്റെ മണ്ടകത്തായിട്ടൊരു ബോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് കയറ്റാവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യമേ ഫോട്ടോ എടുക്കാൻ പോകാം. അപ്പം നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകണ്ട. അതിൻ്റെ ഞാൻ ഇപ്പോൾ അത്യാവശ്യം മാനുവൽ മോഡിലാണ് ഇതിട്ടേക്കുന്നത്. പക്ഷെ നിങ്ങൾ കൃത്യ ലെവലിൽ വെച്ച് നിങ്ങൾ ഫോട്ടോ എടുക്കുക. ഇപ്പോൾ എക്സ്പോഷർ ഒരു -1 ഇട്ടേക്കുന്നത്. ഇപ്പം മാനുവലിലാണ് എടുക്കുന്നത്. ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ട സാധാ ഫോട്ടോ മോഡിലും എടുക്കാം. ഞാൻ ഇപ്പം മാനുവൽ ഇട്ടാണ് എടുക്കുന്നത്. ഫോക്കസിൻ്റെ ചെറിയ വിഷയം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്കിനി എഡിറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. ആദ്യം അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടൂൾസിലേക്ക് പോവുക. അതിൻ്റെ ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞ ടൂളുണ്ട്. ആഡ് ഫോട്ടോ എടുക്കുക. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ബോട്ടിൻ്റെ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. കൃത്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. മാക്സിമം നിങ്ങൾ വൃത്തം സെൻറ്ററാക്കി വെക്കാൻ നോക്കുക. ഞാൻ ഇപ്പോൾ ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾ താഴെ ഈ ടൂള് കാണും. അതിൻ്റെ അത് നിങ്ങൾ ഒപ്പാസിറ്റി ഫുള്ളാക്കുക. ഒപ്പാസിറ്റി ഫുള്ളാക്കി ശേഷം നിങ്ങൾ ഡൺ കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾ മണ്ടയിലുള്ള റിവേർട്ട് ടൂൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് റിവേർട്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് വ്യൂവേർഡ്സ് സെലക്ട് ചെയ്യുക. വ്യൂവേർഡ്സ് സെലക്ട് ശേഷം നമുക്ക് ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യണം. അതിൻ്റെ അകത്ത് നമുക്കൊരു ഡ്രോഡ് ഓപ്ഷൻ ഉണ്ട്, ആ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പതുക്കെ നിങ്ങൾ ഈ നടുക്കുവശം ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. അതിനോട് നിങ്ങൾ എക്സ്പോഷർ ഫുള്ളാക്കുക. എക്സ്പോഷർ 100 വരണം, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ആ കൃത്യം റബ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മാക്സിമം സൂം ചെയ്തിട്ട് വേണം ഒന്ന് റബ് ചെയ്ത് ചെയ്യാനുണ്ട്. നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് വേണം ചെയ്യാണ്ട്. മാക്സിമം സൂമിങ് ചെയ്യട്ടെ, എന്നാലേ ഉള്ളൂ കൃത്യമായിട്ടൊന്ന് നമുക്ക് റബ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ ഏകദേശം ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുക്കാം. ബാക്ക് അടിക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ ഒന്ന് സേവ് ചെയ്യാം. നിങ്ങൾ സേവ് ചെയ്തെടുക്കുക ഫോട്ടോ. എന്നിട്ട് ഫുള്ള് നമുക്കൊന്ന് അൺഡു ചെയ്യാം. പണ്ട് ഇട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ടൂൾസ് എടുക്കുക. ടൂൾസിൻ്റെ അകത്ത് നമുക്കിവിടെ ഹീലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ഫുള്ളൊന്ന് മായ്ച്ചളയും ഈ കൈയുടെ ഭാഗം. അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് നമുക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്തെടുക്കണം. അതിൻ്റെ നിങ്ങൾ ലെൻസ് ബ്ലർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫുള്ള് ഒന്ന് സൂം ഔട്ട് ചെയ്യുക. സൂം ഔട്ട് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു മൂലയെ കൊണ്ട് ഇതുകൊണ്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം താഴെ ടൂൾസിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ സ്ട്രെങ്ത് ഏകദേശം ഞാൻ ഇവിടെ ഒരു 65-67 റേഞ്ചിലാണ് ഞാൻ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഡൺ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടൂൾസിൽ പോയിട്ട് ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ആ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒപ്പാസിറ്റി ഒന്ന് ഫുള്ളൊന്ന് കൂട്ടിയിടാം. അതിനുശേഷം നമുക്ക് ഡൺ കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നിങ്ങൾ മണ്ടലത്തെ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് വ്യൂഡ്സ് പോവാം. വ്യൂഡ്സിൻ്റെ അകത്ത് ഏറ്റവും മണ്ടലായ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡ്രോ കൊടുക്കുക. അത് ചെയ്യേണ്ടത് ഈ താഴെയായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, റിവേർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സൂം ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഡബിൾ എക്സ്പോഷർ ഏറ്റവും ഡൗൺ 0 ആക്കിയ ശേഷം നിങ്ങളൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഡ്രോ ചെയ്യുമ്പോൾ കൃത്യമായി കൈയുടെ അവിടെ വരാവുള്ളൂ. അതിൻ്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമുള്ളൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഈ ഭാഗം.
നമ്മുടെ ബ്ലറിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ടൂളൊന്നും കൂടി വെക്കാം. അതിനുശേഷം നിങ്ങൾ നോക്കുക, കൃത്യം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഒന്ന് ബ്ലർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂം ചെയ്ത ശേഷം നിങ്ങൾ പതുക്കെ ഡബിൾ എക്സ്പോഷർ കൂട്ടിയ ശേഷം നിങ്ങൾ ഡൗൺ ചെയ്ത ശേഷം നിങ്ങൾ പതുക്കെ ഇതൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഏകദേശം ബ്ലറൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കളർ ഗ്രേഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ ഫോട്ടോ ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ലൈറ്റ് റൂമിലെ കളർ ഗ്രേഡിംഗ് എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഫോട്ടോ ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.